സ്പോട്ട്സൊക്കെ ഇല്ലേ, ഡാർക്ക് സ്പോട്ട്സൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലൊരു റെമഡി പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഹലോ എല്ലാവർക്കും നമ്മളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വലിയ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളുടെ ഞാൻ എൻ്റെ മുടിക്ക് ഇപ്പോൾ കുറേ ദിവസമായി, കുറച്ചധികം ദിവസമായി എന്താ പറയുക, ഒരു പ്രോട്ടീൻ പോലെ എന്തെങ്കിലും കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയുക, ഇന്ന് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ഞാൻ മുന്നേ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്താ പറയുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു മുട്ട നമ്മളുടെ മുടിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക അപ്ലൈ ചെയ്യണമെന്ന്, ഏതെങ്കിലും ഒരു പാക്കിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെയുള്ളൊരു ഹെയർ മാസ്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അത് നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക, നല്ല സ്കിന്ന് നയിപ്പ് നമ്മളുടെ ഹെയറിന് നല്ലൊരു പ്രോട്ടീൻ കൊടുത്ത് നല്ല മുടിയൊക്കെ കുറച്ച് നമ്മൾ ചിലർക്ക് മുട്ട തേക്കുമ്പോൾ കുറച്ച് എന്താ പറയുക ഡ്രൈ ആയി പോകുന്ന പോലെ തോന്നാറുണ്ട് അല്ലേ. അപ്പം മുടി ആ ഡ്രൈ ആവുന്ന പ്രശ്നമൊക്കെ മാറ്റിയിട്ട് നമുക്ക് നല്ല സോഫ്റ്റും സിൽക്കിയുമായിട്ട് നല്ല അടിപൊളിയായിട്ട് കിടക്കുന്ന എന്താ പറയുക, നന്നായിട്ട് സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ശരി നമുക്ക് നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെയർ മാസ്കാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക, അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബാക്കിൽ കൂടെ ഒരാളിങ്ങനെ ഓടി കളിക്കുന്നുണ്ട്, സോറി കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമുക്ക് മുട്ടയാണ്, ഞാൻ ഒരു മുട്ടയെ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ എഗ്ഗ് വൈറ്റ് മാത്രമാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. സാധാരണ നമ്മളുടെ എന്താ പറയുക ഹെയർ മാസ്കിലെല്ലാം ഞാൻ മാക്സിമം മുട്ടയുടെ ഫുൾ മുട്ടയും എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു എഗ്ഗ് വൈറ്റ് മാത്രമാണ് എടുക്കുന്നത്. നമ്മളുടെ മുടിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മുട്ട തന്നെയാണ്. ആഴ്ചയിൽ വീക്ക്ലി ഒരു വട്ടമെങ്കിലും നിങ്ങൾ മാക്സിമം നമ്മളുടെ ഒരു മുട്ട നിങ്ങളുടെ മുടിയിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ പറയുക അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാനിന്ന് നമ്മൾ വൈറ്റ് മാത്രമാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ വൈറ്റ് എടുക്കുന്നു എന്ന് വെച്ചിട്ട് നമ്മൾ ആ മുട്ടയുടെ യെല്ലോ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ സ്പ്ലിറ്റൻസ് ഉള്ളവർക്കും മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകുന്നവർക്കൊക്കെ നല്ലൊരു എന്താ പറയുക റെമഡിയാണ് നമ്മളുടെ നമ്മളുടെ യെല്ലോ എന്ന് പറയുന്നത്. മുട്ടയുടെ യെല്ലോ നമുക്ക് കളയേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. ഞാൻ അപ്പോൾ ആ ഒരു ഫുൾ എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾക്കൊരു യെല്ലോ ഷെയ്ഡ് പോലെ കാണുന്നുണ്ടാവും. ഞാനിപ്പോൾ എന്താ പറയുക എൻ്റെ ഒരു മുടിയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മളുടെ എണ്ണ ഡബിൾ ബോയിലിംഗ് ചെയ്ത് ആ ഒരു ബൗളിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു കളർ ചേഞ്ച് കാണുന്നത്. നിങ്ങൾക്ക് മാക്സിമം നമ്മളിതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, പിന്നെയും പറയുകയാണ്, നമ്മളൊന്ന് എന്താ പറയുക എണ്ണ ചൂടാക്കി നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്ത് മുടിയിൽ ഹോട്ട് ഓയിൽ പോലെ അപ്ലൈ ചെയ്തിട്ട് മസാജും കൊടുത്തിട്ട് നമ്മളിത് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു ഡബിൾ ബെനിഫിറ്റ് ആയിരിക്കും നമുക്കതൊന്നും കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ഹണിയാണ് എടുത്തിട്ടുള്ളത്. ഒരു എന്താ പറയുക ഒരു ടീസ്പൂൺ അളവിൽ നമുക്ക് ഒഴിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. ഞാൻ ഒരു സ്പൂൺ അളവിൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ മൂന്ന് ഇൻഗ്രീഡിയൻ്റാണ് ചേർക്കുന്നത്. നമ്മൾ ഈ മുട്ട ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡ്രൈനെസ് മാറ്റാൻ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 2 ഇൻഗ്രീഡിയൻസാണ് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് നരയൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഈ മൂന്നാമത് ചേർക്കുന്ന ഈ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് സ്കിപ്പ് ചെയ്തിട്ട് ഈ 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു എഫക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയിൽ എന്താ പറയുക നല്ലൊരു റിസൾട്ട് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് കേർഡാണ്, തൈരാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇത് 1 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്കിത് മൂന്നും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മളെ മിക്സിങ്ങാണ് മെയിൻ. കാരണം നമ്മളെ മുട്ട എന്താ പറയുക ഒരു ജെൽ കൺസിസ്റ്റൻസിയിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത് കൂടെ ചേർന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. നല്ല എന്താ പറയുക നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ സ്പൂൺ കൊണ്ടിട്ട് ചെയ്തിട്ടുണ്ടപ്പോൾ ഒരാൾ വന്നിട്ട് എൻ്റെ സ്പൂണ് വാങ്ങിച്ചിട്ട് പോയി. അപ്പോൾ അയാൾക്ക് തൈര് കുടിക്കണം. അപ്പോഴത്തേക്ക് സ്പൂൺ എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് പോയി. ഞാൻ നന്നായിട്ട് എന്താ പറയുക ആ ഒരു ജെല്ലൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ ഹെയർ മാസ്ക് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാം. ഞാൻ നന്നായിട്ട് തന്നെ ഓയിൽ വെച്ച് നന്നായിട്ട് ഒരു ഹോട്ട് ഓയിൽ പോലെ മസാജൊക്കെ കൊടുത്തിട്ട് വന്നിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നരയൊക്കെ ഉള്ളവരാണെങ്കിൽ തൈര് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള 2 ഇൻഗ്രീഡിയൻറ്റ് നമ്മളുടെ മുട്ടയും എന്താ പറയുക തേനും മാത്രമായിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അതും നല്ലൊരു റിസൾട്ട് തരുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യും. ഒരു ഐറ്റം പറ്റൂല അല്ലെങ്കിൽ കയ്യിലില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അല്ല സോറി, കയ്യിലില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. മുട്ട നമുക്ക് എഗ്ഗ് വൈറ്റ് മാത്രമാണെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫുൾ ഹെയറിലും സ്കാൽപ്പിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എൻ്റെ ആ ഒരു അളവിൽ മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ 2 മുട്ടയുടെ വെള്ളമെങ്കിലും എടുക്കുക കേട്ടോ. എനിക്ക് കുറച്ചൊരു കുറവ് പോലെ തോന്നി. ഞാൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ എല്ലായിടവും അപ്ലൈ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് നിങ്ങൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. നമ്മൾ പ്രോട്ടീൻ കൊടുക്കുന്നത് മുടിയിലേക്ക് തുമ്പത്തേക്ക് കൊടുക്കുന്നതിനേക്കാളും നമ്മൾ പ്രോട്ടീൻ കൊടുക്കുമ്പോൾ നമ്മളുടെ സ്കാൽപ്പിനാണ് പ്രാധാന്യം. അപ്പോൾ ആ സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ കൊടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക ഡാർക്ക് സ്പോട്ട്സൊക്കെ ഇല്ലേ, ഡാർക്ക് സ്പോട്ട്സൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലൊരു റെമഡി പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ടൊമാറ്റോ ഇല്ലേ, നമ്മളുടെ തക്കാളിയുടെ ആ ഒരു പൾപ്പ് മാത്രമായിട്ട് എടുക്കാം. പൾപ്പ് എന്ന് പറയുമ്പോൾ ആ ജ്യൂസ് മാത്രം. നിങ്ങൾക്കത് മിക്സിയിലടിച്ചോ അല്ലാതെയോ എടുക്കാം. മിക്സിയിലടിച്ചോ അല്ലെങ്കിൽ കൈ കൊണ്ട് മാത്രമായിട്ട് നന്നായിട്ട് സ്ക്വീസ് ചെയ്തോ എങ്ങനെയാണെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് അതിലേക്ക് ഒന്നെങ്കിൽ ലെമൺ ജ്യൂസ് അതല്ലെങ്കിൽ തേൻ ആഡ് ചെയ്യാവുന്നതാണ്. ഇത് രണ്ടും നമുക്ക് നല്ല എഫക്റ്റീവാണ് കേട്ടോ. നിങ്ങൾക്ക് ഫുൾ ഫേസ് അതല്ലെങ്കിൽ ആ ഡാർക്ക് സ്പോട്ട്സ് മാത്രം ഉള്ളിടത്ത് ആ ഒരിടത്ത് മാത്രമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വരുവാണെങ്കിൽ 2 ആഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഹെയർ മാസ്ക് ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഞാൻ വെക്കും. ഒരു 20 മിനിറ്റോളം വെക്കാം. അത്രയും മതിയാവും. ഒരു 20 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ പ്ലെയിൻ വാട്ടറിലാണ് ഞാൻ വാഷ് ചെയ്യുന്നത്. ഞാൻ ഷാമ്പു ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിക്കാം, മുട്ട ആയതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഞാൻ ഒന്നും എന്താ പറയുക ഒരു ഷാമ്പു ഉപയോഗിക്കുക എന്ന് ഞാൻ പറയാറില്ല. അപ്പോൾ നമ്മളുടെ പാക്ക് തേക്കുമ്പോൾ ഞാൻ നോർമലി ഒരു ഷാമ്പു ഒരു പാക്കിന് ഞാൻ ഷാമ്പു യൂസ് ചെയ്യാറില്ല. അതല്ല, നമുക്ക് വീക്കിലി ഞാൻ സാധാരണ യൂസ് ചെയ്ത് വരുന്നത് നമുക്ക് ആഴ്ചയിൽ ഞാൻ ഒരു വട്ടം ഷാമ്പു യൂസ് ചെയ്യാറുണ്ട്. നമ്മളുടെ കെമിക്കൽസ് സാധാരണ ഷാമ്പു യൂസ് ചെയ്യാറുണ്ട്. അത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ്. നമ്മളുടെ ഹെയർ മാസ്ക് എല്ലാം ഇട്ടിട്ട് നമ്മൾ വരികയല്ലേ. അപ്പോൾ എങ്ങാനും നമ്മളുടെ എന്താ പറയുക പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡേർട്ട് ഇരിപ്പോ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളുടെ കെമിക്കൽ ഷാമ്പു ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ മുടിയിൽ ഭയങ്കരമായിട്ട് ഒട്ടിയിരിക്കുന്ന ആ ഒരു അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അത് ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ അത് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഉപയോഗിക്കാം. ഞാൻ അങ്ങനെയാണ് സാധാരണ ഉപയോഗിച്ച് വരുന്നത്. പിന്നെ നമ്മളുടെ ഇന്നത്തെ ഹെയർ മാസ്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടുള്ള നല്ലൊരു ഹെയർ മാസ്കാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണും വരെ. ബൈ.